ഹലോ ഓൾ, എല്ലാവർക്കും മൈപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഗെയിൻ സൈഗോമൈസീറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈഗോമൈസീറ്റസിലെ ഓർഡേഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഫംഗസിലെ മ്യൂക്കറൈൽസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എൻഡമോഫ്തോറൈൽസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാ കൊടുത്തിട്ടുള്ളത്? സി ഉണ്ടല്ലേ, സൂപ്പാഗേൽസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഓർഡേഴ്സിൽ നമ്മൾ കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് അല്ലെ, ഓർഡറും അതിന്റെ ക്യാരക്ടേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി മുതൽ ഓർഡേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് മ്യൂക്കറൈൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മ്യൂക്കറൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചീഫ്ലി സാപ്രോഫൈറ്റ്സ് ആയിരിക്കും. ഡെഡ് ആൻഡ് ഡീകേ മാറ്റേഴ്സിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ഒബ്ടൈൻ ചെയ്യുന്നത്. സം വീക്ക് പാരസൈറ്റ്സ്, എ ഫ്യൂ എൻഡോപാരസൈറ്റ്സ് ഓഫ് വെർട്ടിബ്രേറ്റ്. മൈസീലിയം എക്സ്റ്റെൻസീവ് ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്പൊറാൻജിയോസ്പോസ് വഴിയാണ്. അതുപോലെ തന്നെ എന്താണ്? റെയർലി ബൈ കൊനീഡിയ അല്ലെങ്കിൽ കൊനീഡിയ. സൈഗോസ്പോ വാൾ മേ ബി ഫോംഡ് മോഡിഫിക്കേഷൻ ഓഫ് എ ഗമിറ്റാൻജിയൽ വാൾ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മ്യൂക്കറൈൽസിനെ സംബന്ധിച്ചുള്ളതാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ എ, മ്യൂക്കറൈൽസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമോങ് ദി ഫോളോയിങ് ആർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ലൈക്കൻസ്? അപ്പൊ ലൈക്കൻസ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒന്ന് എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഒന്ന് റീപ്രൊഡക്ഷൻ. ഇത് രണ്ടും ബേസ് ചെയ്തിട്ടായിരിക്കും ലൈക്കൻസിനെ സംബന്ധിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്കൻസിനെ സംബന്ധിച്ച് ലെതർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ് ലൊബേറിയ പെൽമോറ്റേറിയ എന്ന് പറയുന്നത്. കോസ്മെറ്റിക്സിലാണ് ഇവേർണിയ യൂസ് ചെയ്യുന്നത്. ബ്രൂയിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് റെമാലിന എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കലാണ് റോസല്ല അല്ലെ. ഇത് 4ഉം കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ 4 ഓപ്ഷൻസും എന്താണ്? നമ്മുടെ ലൈക്കൻസും അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസും കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. Read the general features of Anthroceratopsida. Find out the correct characters. അപ്പൊ again ബ്രയോഫൈറ്റ്സിലേക്ക് വന്നു അല്ലെ. ആന്ത്രോസെറോപ്റ്റോപ്സിഡയുടെ കറക്റ്റ് ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുക. അതില് കറക്റ്റ് മാത്രം നമുക്ക് കണ്ടെത്തിയാൽ മതി. റോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് വേണ്ട. സോ ഒന്നാമത്തെ നമുക്ക് നോക്കാം. സ്മൂത്ത് വാൾഡ് ആൻഡ് ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സ് ആർ പ്രസന്റ്. ഇവയിലെ റൈസോയിഡ്സ് സ്മൂത്ത് വാൾഡ് ആണ്, അതുപോലെ തന്നെ ട്യൂബർക്കുലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. സ്മൂത്ത് വാൾഡ് ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സ് ആർ പ്രസന്റ്. അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. സ്മൂത്ത് വാൾഡ് ആണ് സത്യമാണ്, പക്ഷെ എന്താണ്? യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ട്യൂബർക്കുലേറ്റഡ് അല്ല. ഓക്കെ അല്ലേ? ട്യൂബർക്കുലേറ്റഡ് ആബ്സെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? wrong ആണ്. സ്കെയിൽസ് ആർ പ്രസന്റ് ബട്ട് ട്യൂബർക്കുലേറ്റഡ് എന്തിന്റെയാണ്? ഹെപ്പാറ്റോകോപ്സിഡയുടെ ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ സ്കെയിൽസ് ആർ പ്രസന്റ് ബട്ട് എന്തല്ല? എയർ പോസ് ഒന്നും തന്നെ പ്രസന്റ് ആയിട്ടില്ല. സ്കെയിൽസ് പ്രസന്റ് ആണ്, പക്ഷെ എയർ പോസ് എന്താണ്? സ്കെയിൽസ് ആർ പ്രസന്റ് ബട്ട് നോ എയർ പോസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? കംപ്ലീറ്റ്ലി സ്കെയിൽസും എന്താണ്? ആന്ത്രോസെറോപ്സിഡയില് ആബ്സെന്റ് ആണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചേ, സ്മൂത്ത് വാൾഡ് ആണ്, പക്ഷെ ട്യൂബർക്കുലേറ്റഡ് ആയിട്ടുള്ള റൈസോയിഡ്സ് അല്ല പ്രസന്റ് ആയിട്ടുള്ളത്. സ്കെയിൽസ് പ്രസന്റ് ആണ്, ബട്ട് സ്കെയിൽസും പ്രസന്റ് അല്ല, എയർപോസും പ്രസന്റ് അല്ല. ഇന്റേണലി ദ താലസ് ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻടു സോൺസ്. താലസ് പല പല സോൺസുകളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. റൈറ്റ് ആണ്. All cells are alike and each cells have a single chloroplast and each chloroplast containing എന്താണ്? പൈർനോയിഡ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. കറക്റ്റ് ആണ്. മ്യൂസിലേജ് ക്യാവിറ്റി ഓപ്പൺ ടു ദി വെൻട്രൽ സർഫസ് ബൈ എ സ്ലൈം പോസ് വഴിയാണ് മ്യൂസിലേജസ് ക്യാവിറ്റി ഓപ്പൺ ആവുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഒന്നാമത്തേൽ പറഞ്ഞത് സ്മൂത്ത് വാൾഡും ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സും പ്രസന്റ് ആണ് എന്നാണ്. സോ അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് വാൾഡും യൂണിസെല്ലുലാർ റൈസോയിഡ്സും ഒക്കെ എവിടെയാണ് കാണുന്നത്? ഓൺലി സ്മൂത്ത് വാൾഡ് യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആർ പ്രസന്റ് ഇൻ ആന്ത്രോസെറോപ്സിഡ. ട്യൂബർക്കുലേറ്റഡ് ആയിട്ടുള്ളത് ആബ്സെന്റ് ആണ്. ട്യൂബർക്കുലേറ്റഡ് ആരുടെ ക്യാരക്ടർ ആണ്? ഹെപ്പാറ്റിക്കോപ്സിഡയുടെ ക്യാരക്ടർ ആണ്. അത് മാത്രമല്ല സ്കെയിൽസ് പ്രസന്റ് ആണെന്ന് പറഞ്ഞു. സ്കെയിൽസ് എവിടെ പ്രസന്റ് അല്ല? ആന്ത്രോസെറോപ്സിഡയില് പ്രസന്റ് അല്ല. വാട്ട് ഈസ് വെജിനുലാസ് ഇൻ സ്പാഗ്നം അല്ലെ. വെജിനുല എന്ന് പറയുന്ന സ്ട്രക്ചർ, സ്പാഗ്നം എഗെയിൻ എന്താണ്? ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ബ്രയോഫൈറ്റ്സിനെ സംബന്ധിച്ച് എന്താ ചോദിച്ചിട്ടുള്ളത്? വെജിനുല എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
Top of capsule is differentiated into a lid-like structure which is delineated from the rest of the capsule wall. Cup-shaped lower part of calyptra surrounded by foot. Jacket overarches the dome-shaped columella. Modified sac facilitates post dispersal activity. ഇപ്പൊ എന്താണ് വെജിനുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഷീത്ത് ആണ് ഫൗണ്ട് ദ ബേസ് ഓഫ് ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂൾ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രയോഫൈറ്റ്സിന്റെ സ്പോറോഫൈറ്റ് അതിന്റെ ഫൂട്ടിന്റെ താഴെയായിട്ട് ബേസൽ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വജിനുല എന്ന് പറയുന്നത്. സോ കപ്പ് ഷേപ്ഡ് ലോവർ പാർട്ട് ഓഫ് കാലിപ്ട്ര സറൗണ്ടഡ് ബൈ ദി ഫൂട്ട് ഫൂട്ടിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്? വജിനുല എന്ന് പറയുന്നത്. ദ സ്റ്റീൽ ഓഫ് ഓസ്മുണ്ട പ്ലാന്റ് ടെറിഡോഫൈറ്റ്സിനെ സംബന്ധിച്ച് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റീല് ടൈപ്പ് അതിന്റെ എക്സാമ്പിൾ. സോ ഓസ്മുണ്ടയിലെ സ്റ്റീൽ നമുക്കറിയാം എപ്പോഴും പഠിക്കുന്നതാണ് എക്ടോഫ്ലോയിക് സൈഫ്നോ സ്റ്റീൽ ആണ്. എന്താ എക്ടോഫ്ലോയിക് സൈഫ്നോ സ്റ്റീൽ എന്ന് പറയുന്നത്? ഈസ് എ ടൈപ്പ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ അറേഞ്ച്മെന്റ് ഇൻ പ്ലാന്റ്സ് where a central pith is surrounded by ring of xylem followed by ഫ്ലോയം. അപ്പം എന്താ എക്ടോഫ്ലോയിക് ആണ്. ഇപ്പോൾ ഓസ്മുണ്ടയ ഒരു ടെറിഡോഫൈറ്റ് ആണ്. ടെറിഡോഫൈറ്റ്സിലെ സ്പെഷ്യലൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത് എക്ടോഫ്ലോയിക് ടെറിഡോഫൈറ്റ്സിലെ ഓസ്മുണ്ടയിലെ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്നത് എക്ടോഫ്ലോയിക് സൈഫ്നോ സ്റ്റീൽ ആണ്. അതിനെന്ത് കാണും? ഒരു സെൻട്രൽ പിത്ത് കാണും. പിത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് റിംഗ് ഓഫ് എന്തുണ്ട്? സൈലം ഉണ്ട്. സൈലത്തെ സറൗണ്ട് ചെയ്തുകൊണ്ട് അടുത്തൊരു റിംഗ് ഓഫ് ഫ്ലോയം കാണാനായിട്ട് സാധിക്കും. സോ എക്ടോഫ്ലോയിക് സൈഫ്നോ സ്റ്റീൽ ആണ് എവിടെയുള്ളത്? ഓസ്മുണ്ടയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. So identify the correct characteristic features of സൈലോടോപ്സിഡ. സൈലോടോപ്സിഡയുടെ കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചർ എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഇനിയുള്ള ടൈമുകളിലെല്ലാം എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാന്ന് സൈലോടോപ്സിഡയെ സംബന്ധിച്ചാണ്. ബൈ ഓർ ട്രൈലോക്കുലാർ സ്പൊറാഞ്ചിയ ആർ ബോൺ ഇൻ ദ ആക്സിയൽസ് ഓഫ് ലീഫ് അപ്പാൻഡേജസ്. ലീഫ് അപ്പാൻഡേജസ് ട്രൈലോബ്ഡ് ആയിട്ടുള്ളതോ ബൈലോബ്ഡ് ആയിട്ടുള്ള സ്പൊറാഞ്ചിയ ഫോം ചെയ്യും. കറക്റ്റ് ആണ്. മോഡ് ഓഫ് സ്പൊറാഞ്ചിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് യൂസ്പൊറാഞ്ചിയൽ ഡെവലപ്മെന്റ് ആണ്. കറക്റ്റ് ആണ്. ലെപ്റ്റോ അല്ല, യൂസ്പൊറാഞ്ചിയ ആണ്. സ്പോസ് എല്ലാം ഹോമോസ്പോറസ് ആണ്. ഒറ്റ ടൈപ്പ് ഓഫ് സ്പോസ് ആണ് ഹെട്രോസ്പോറസ് അല്ല. ഒരേ തരത്തിലുള്ള സ്പോസുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. The gametophyte are green. Gametophyte green ആണോ? അല്ല. Gametophyte are non-green, cylindrical branched ആണ്. കണ്ടോ, ഇവിടെ എല്ലാം നിങ്ങൾ ഞാനിപ്പോൾ കുറേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തല്ലോ, അവിടെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, ഇപ്പം ഈക്വൽ അൺഈക്വൽ ആവും, ഗ്രീൻ നോൺ ഗ്രീൻ ആവും, അങ്ങനെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പം അത് നമ്മളെ അത്രത്തോളം എന്താണ് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. സോ 1ഉം 2ഉം 3ഉം ആണ് കറക്റ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ ഗ്രീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗെമിറ്റോഫൈറ്റ് എന്തല്ല? ഗ്രീൻ അല്ല, നോൺ ഗ്രീൻ ആണ്. ഐഡന്റിഫൈ ദ ഫാമിലീസ് ഇൻ കോണിഫറൈൽസ് വിച്ച് പോസസ് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്. എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള സ്പീഷീസ് ഉള്ള കോണിഫറൈൽസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്റ്റിങ്ക്ട് സ്പീഷീസുകളെ പോസസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? വോൾട്ടയേസിയ ഉണ്ട്, വോൾട്ടിസയേസിയ ഉണ്ട്, അതുപോലെ തന്നെ പാലിസയേസിയ ഉണ്ട്, പിന്നെന്താണ് ലെബാച്ചിയേസിയയും ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? കോണിഫറൈൽസിൽ തന്നെ എക്സ്റ്റിങ്ക്ട് സ്പീഷീസുകൾ പൊസസ് ചെയ്യുന്ന ഫാമിലീസ്. നെക്സ്റ്റ് അഗെയിൻ ജിംനോസ്പേംസിനെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് ഫീച്ചേഴ്സ് ഓഫ് നീറ്റം. നീറ്റത്തിന്റെ കറക്റ്റ് ഫീച്ചേഴ്സ് അറിയുക. ദ മെയിൽ ഫ്ലവേഴ്സ് ആർ സറൗണ്ടഡ് ബൈ പെരിയാന്ത്. നീറ്റത്തില് മെയിൽ ഫ്ലവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ പെരിയാന്ത് കൊണ്ട് സഫർ ചെയ്ത് ഓക്കെ. The male flowers are surrounded by a perianth. Male flowers-നെ സറൗണ്ട് ചെയ്തുകൊണ്ട് ആരുണ്ട്? ഓക്കെ, പെരിയാന്ത് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പെരിയാന്ത് ഉണ്ട്. Male flowers surrounded by perianth ഉണ്ട്. Each male flowers containing a anthrophos ഉണ്ട്. 8 synangy ഉണ്ട്. റൈറ്റ് ആണ്. A single erect orthotropous ovule is present. കറക്റ്റ് ആണ്. Each female flowers is
എന്താണ് ടെന്യൂ ന്യൂസലൈറ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതെന്താണ് റോങ് ആണ്. therefore ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തെറ്റാണ് അല്ലെ. തിൻ ന്യൂസലസ് എന്നുള്ള അർത്ഥം അല്ല വരുന്നത്. ഇതിനെന്താണ് ക്രാസി ന്യൂസലൈറ്റ് ആണ്. ക്രാസി ന്യൂസലൈറ്റ് മാസീവ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് ന്യൂസലസ് ഓഫ് ദ ഓവ്യൂൾ റിമൈൻ സറൗണ്ടഡ് ബൈ 2 or 3 എൻവലപ്പ് കറക്റ്റ് ആണ്. ദ മൈക്രോപൈൽ അല്ലെ the micropyle of each ovule remains projected into the form of long bristle like a tube ആണ്. At the time of fertilization the pollen tube contains single male nuclei. Again എന്താണ് wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. So what are biocytes? അധികം ആൾക്കാരും കേൾക്കാത്ത ഒരു ടേം ആണ് അല്ലെ. എന്താണ് ബയോസൈറ്റ്സ് എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതായത് നമ്മുടെ സൈനോഫൈസിയെ എടുക്കുകയാണെങ്കിൽ സ്മോൾ റീപ്രൊഡക്റ്റീവ് സെൽസ് ഫോംഡ് വിത്തിൻ പേരന്റ് സെൽ അല്ലെ. പേരന്റ് സെൽ സൈനോഫൈസിയൻ മെമ്പേഴ്സിലെ പേരന്റ് സെൽസിൽ തന്നെ എന്ത് ചെയ്യും? ചില റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെ, വളരെ ചെറിയ റീപ്രൊഡക്റ്റീവ് സെൽസുകൾ ഫോം ചെയ്യും. which then differentiate and grow into new vegetative cells. എന്നിട്ട് അതെന്ത് ചെയ്യും? പേരന്റ് സെൽസിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു വെജിറ്റേറ്റീവ് സെൽസ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞതിലൂടെ ബയോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. റോഡോഫൈസിയൻ മെമ്പേഴ്സിലൊന്നും അല്ല, സൈനോഫൈസിയൻ മെമ്പേഴ്സിൽ എന്ത് ചെയ്യുന്നു? സ്മോൾ റീപ്രൊഡക്റ്റീവ് സെൽസ് ഫോം ചെയ്യും. സ്മോൾ റീപ്രൊഡക്റ്റീവ് സെൽസ് പേരന്റൽ സെൽസിനുള്ളിൽ തന്നെ ഫോം ചെയ്യും. വിച്ച് ക്യാൻ ദെൻ ഡിഫറൻഷിയേറ്റ് ആൻഡ് ഗ്രോ ഇൻ ടു ന്യൂ വെജിറ്റേറ്റീവ് സെൽസ് അല്ലെ. എന്നിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സെൽസ് ആയിട്ട് ഗ്രോ ചെയ്യുവാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോമിന സ്പെസിഫിക്ക conservanda അല്ലെ conservanda related with ICBN was introduced for the first time. വലിയൊരു പേരാണല്ലേ. നോമിന സ്പെസിഫിക് കൺസർവൻഡ ഇസ് എ ലാറ്റിൻ ടേം ആണ്. നോമിന സ്പെസിഫിക് കൺസർവൻഡ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാറ്റിൻ നെയിം ആണ്. നെയിംസ് വിച്ച് മസ്റ്റ് ബി കൺസർവ്ഡ് എന്നർത്ഥം. കൺസർവ് ചെയ്യേണ്ട നെയിമുകൾ ഏതൊക്കെ എന്നുള്ള അർത്ഥം വരുന്നതാണ് അത്. സോ അത് നമുക്ക് എന്താണ് ബെർലിൻ കോഡിൽ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ നോമിന സ്പെസിഫിയ കൺസർവൻഡ എന്ന് പറഞ്ഞാൽ കൺസർവ് ചെയ്യേണ്ട നെയിമുകൾ, സയന്റിഫിക് നെയിമുകൾ എന്നുള്ളതാണ് അർത്ഥം. ബെർലിൻ കോഡിൽ വെച്ചിട്ടാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. 76th ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇസ് ദ കറന്റ് ഡയറക്ടർ ഓഫ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ഒരു ജനറൽ നോളജ് തന്നെയാണ് അല്ലേ. ഇപ്പോഴത്തെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കറന്റ് ജനറൽ ഡോക്ടർ ആശിഷു അസോസി മേയോ ആണ്. അതുകൂടാതെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്ന് 1890. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടെ ഓർത്ത് വെച്ചോളുക. കൊൽക്കത്തയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. നിലവിൽ വന്ന വർഷം 1890. ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ആഷിയോ ആണ്. നെക്സ്റ്റ് നോക്കി. വിച്ച് among the following is not the principle of the APG system? APG സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കുറേ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ APG സിസ്റ്റത്തിന്റെ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ APG സിസ്റ്റം എന്താണ്? APG സിസ്റ്റം എന്ന് പറയുമ്പോൾ ആൻജിയോസ്പേം ഫൈലോജനി ഗ്രൂപ്പ് ആണ് അല്ലെ. ഇറ്റ്സ് എ മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അഥവാ ആൻജിയോസ്പേംസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഇതാണ് APG സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ജനറ്റിക് ആൻഡ് മോളിക്കുലാർ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ ചോദിച്ചിട്ട് എല്ലാത്തിനും ഒരു കോമൺ ആൻസിസ്റ്റേഴ്സിന്റെ ബേസിൽ ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? APG സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിരിക്കുന്നതിൽ APGയുടെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ബി ആണ്. ഗ്രൂപ്പ് ഷുഡ് ബി എന്താണ്? പോളിഫൈലറ്റിക് എന്നാണ് പറഞ്ഞത്. മെയിൻ റീസൺ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആർ റിജക്റ്റഡ് ഈസ് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ദ പ്രോപ്പർട്ടി. ദേ ആർ നോട്ട് പോളിജനറ്റിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ഇത്? മൊണോഫൈലറ്റിക് ആണ് അല്ലെ. ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് വേണമെന്നുള്ള രീതിയിലുള്ളതാണ്. അപ്പൊ അതാണ് റോങ് ആയിട്ടുള്ളത്. പോളിഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വിച്ച് ബേസ്ഡ് ഓൺ എ കൺവേർഷൻ ട്രേറ്റ്സ് ഡു നോട്ട് ഷെയർ റീസെന്റ് കോമൺ ആൻസിസ്റ്റേഴ്സിനെ ഷെയർ ചെയ്യുന്നില്ല. സോ എന്ത് ചെയ്യുന്നു? റിജക്റ്റഡ് ബൈ ദി APG സിസ്റ്റം പ്രിസൈസ്ലി ബിക്കോസ് ദേ ആർ നോട്ട് ഫൈലോജനറ്റിക് അല്ലെ. ഫൈലോജനറ്റിക് അല്ലാത്തത് മൂലം. therefore the statement option B describes the opposite of APG. APG എന്താണോ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര് പറയുന്നത്? ആ ഒരു ഇത് പറയുന്നത്. Identify the group of plants which belongs to the family Rubiaceae അല്ലെ. Rubiaceae ഫാമിലിയിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകൾ ഏതൊക്കെ?
റുബിയേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ഫാമിലിയും അതിന്റെ പ്ലാന്റുകളും ഒന്ന് നോക്കി വെച്ചോളൂ. റുബിയേസിയ ഫാമിലി വരുന്ന പ്ലാന്റുകളുടെ എക്സാമ്പിൾ എ ആണ് പറയുന്നത് അല്ലേ. നമുക്ക് 2-3 എണ്ണമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ബാക്കി ഓപ്ഷൻസുകളൊന്നും അറിയില്ലായിരിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐഡന്റിഫൈ ദ കറക്റ്റ് സിസ്റ്റമാറ്റിക് പൊസിഷൻ ഓഫ് യൂഫോബിയസിയ ഡിസ്ക്രൈബ്ഡ് ബൈ ടാക്സോണമിസ്റ്റ്. അല്ലെ, യൂഫോബിയയുടെ പൊസിഷൻ ആണ് പറയുന്നത്. ഒന്ന് നോക്കിയേ, ബെന്തമാൻ ഹുക്കറിന്റെ ഹാവ് ഇൻക്ലൂഡഡ് ഇൻ മൊണോചലാമിഡെ യൂണിസെക്ഷൽസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? മൊണോചലാമിഡയിലെ യൂണിസെക്ഷൽസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, എംഗ്ലൻ ആൻഡ് പ്രാന്തി ഇൻക്ലൂഡഡ് ആർച്ചലാമിറ്റി ആൻഡ് ജെറാനിയൽസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് ക്ലാസിഫിക്കേഷൻസ് എന്ത് ചെയ്യുക, പഠിക്കുക. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എയും ബിയും കറക്റ്റ് ആണ്. Identify the specific form of Lamiaceae which are economically important. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാമിയേസിയൻ മെമ്പേഴ്സ്, ഈ പറഞ്ഞിട്ടുള്ള ഇവർ 3-4 പേരും എന്താണ്, ലാമിയേസിയൻ മെമ്പേഴ്സിലെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അല്ലെ. മെൻതെ ആണെങ്കിലും സ്റ്റാച്യൂസ് ആണെങ്കിലും തൈമസ് ആണെങ്കിലും മെലീസ ആണെങ്കിലും ഒക്കെ എന്താണ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാമിയേസിയ മെമ്പേഴ്സ് ആണ്. സോ 1, 2, 3, 4 ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഐഡന്റിഫൈ ദി മിസ്മാച്ച്ഡ് പെയർ ഇൻ ടേംസ് ഓഫ് ബൈനോമിയൽ ആൻഡ് ഫാമിലി. കുറച്ച് ബൈനോമിയൽ നെയിമും തന്നിട്ടുണ്ട്, കുറച്ച് എന്തും തന്നിട്ടുണ്ട്, ഫാമിലീസും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, മിസ്മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ആണ് കണ്ടെത്തേണ്ടത് അല്ലെ. ഒന്നാമത്തെ നോക്കിയേ, അക്കേഷ്യ. അക്കേഷ്യ ഏത് ഫാമിലിയാണ്, ഫാബീസി ആണ് അല്ലെ. കറക്റ്റ് ആണ്, അക്കേഷ്യ ഫാബീസി ആണ്. പെപ്പാവർ സോംനിവറം വളരെ സിമ്പിൾ. പെപ്പാവർ സോംനിവറം ഏത് ഫാമിലിയാണ്, പെപ്പറേസി അല്ലേ, കനാബേസി അല്ല. ഏതാണ്, പെപ്പറേസിയെ ആണ്. അതുപോലെ തന്നെ അലിയാന്തസ് എന്ന് പറയുന്നത് സാപ്പിൻഡേസി അല്ല, ഏതാണ്, സൈമറോബേസി ആണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 2 എണ്ണം തെറ്റായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. സോ തെറ്റാണ്, 2ഉം 4ഉം തെറ്റാണ്, മിസ്മാച്ച്ഡ് പെയർ ആണ്. സോ 82 നോക്കാം. ഐഡന്റിഫൈ ദ ഫാമിലീസ് ഓഫ് എത്തനിക് പ്ലാന്റ്, ആരോഗ്യപ്പച്ച ആൻഡ് കറുകപ്പുല്ല് അല്ലെ. എപ്പോഴും ചോദിക്കുന്നതാണ് സൈലാനിക്കസ്, നമ്മുടെ ആരോഗ്യപ്പച്ച, അതുപോലെ തന്നെ കറുകപ്പുല്ല്. ഇവ രണ്ടുമുള്ള ഫാമിലി. കറുകപ്പുല്ല് നമുക്ക് ഈസി ആയിട്ട് അറിയാം പൊയേസി ആണെന്ന്. സോ 2 പൊയേസി ഉള്ള ആൾക്കാരുണ്ട്, എയും ഡിയും. എന്തായാലും ആരോഗ്യപ്പച്ച ഓർക്കിഡേസിയ ഫാമിലി അല്ലെന്ന് ഉറപ്പിക്കുക അല്ലെ. ഇപ്പൊ വളരെ ഈസി ആയിട്ട് ആൻസർ നമുക്ക് എത്തിക്കാം അല്ലെ. ഡയസ്കോറേസിയും അതുപോലെ തന്നെ പൊയേസിയും ആണ് അല്ലെ ആരോഗ്യപ്പച്ച. ഇത് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. 83th question. Which among the following is an example for anemocytic stomata? Anemocytic stomata എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ anemocytic stomata? Type of plant stomata surrounded by variable number of irregularly shaped epidermal cells അല്ലെ. അതായത് ഈ സ്റ്റൊമേറ്റയുടെ ചുറ്റുമായിട്ട് കുറേ അധികം ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള എന്ത് കാണാം, എപ്പിഡെർമൽ സെൽസ് കാണാം. ഇത് അതർ എപ്പിഡെർമൽ സെൽസിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൊമേറ്റയാണ് ഏതെന്ന് പറയുന്നത്, അനെമോസൈറ്റിക് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ അനെമോസൈറ്റിക് സ്റ്റൊമേറ്റ എവിടേക്കാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഈ 3 എണ്ണത്തിലും അനെമോസൈറ്റിക് സ്റ്റൊമേറ്റ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പൊ അനെമോസൈറ്റിക് സ്റ്റൊമേറ്റ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്റ്റൊമേറ്റ ആണ്. അതിന് ചുറ്റിനും എന്തുണ്ട്, എപ്പിഡെർമൽ സെൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ എപ്പിഡെർമൽ സെൽസിനെ നോർമൽ എപ്പിഡെർമൽ സെൽസിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. Vessels are characteristics of angiosperm, but they are absent in the members of വെസൽസ് അല്ലെ. വെസൽസ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിന്റെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ എന്നാലും ആൻജിയോസ്പേംസിലെ ചില ഗ്രൂപ്പുകളിൽ എന്തില്ല, വെസൽസ് ഇല്ല. ഈ താഴെ തന്നിരിക്കുന്ന 3 ഗ്രൂപ്പിൽ അല്ലെ, വിന്ററൈസൻസിലും ടെട്രാസെൻഡ്രേസിയയിലും അതുപോലെ തന്നെ ട്രോക്കോഡെൻഡ്രേസിയയിലും ഒന്നും എന്തില്ല, വെസൽസ് ഇല്ല. ഇവ എന്താണ്, ആബ്സെന്റ് ആണ്. Which fixative among the following is a good choice of immunohistochemical studies? Immunohistochemical studies, antigen antibody interactions ഒക്കെ സ്റ്റഡി ചെയ്യാനും മറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്, ഫോർമാൽഡിഹൈഡ് ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. The most ideal staining technique used in bacteria have mycolic acid. മൈക്കോളിക് ആസിഡ് ഉള്ള ബാക്ടീരിയാസിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് ഏതാണ്? അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തായി മൈക്കോളിക് ആസിഡ് ഉള്ള ബാക്ടീരിയ? മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ സെൽവാളിലെ ഒരു കമ്പോണന്റ്. ഇത് എന്ത് ചെയ്യുന്നു, മേക്സ് നോർമൽ സ്റ്റെയിനിന് റെസിസ്റ്റന്റ് ആയിട്ട് വെക്കും. അപ്പൊ നോർമൽ സ്റ്റെയിനിൽ എന്ത് ചെയ്യില്ല, കളർ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല.
So acid fast staining use carbon fusion that penetrate the waxy wall, such as എന്താണ് സെയൽ നീൽസൺ സ്റ്റെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഈ ഒരു എന്താണ് മൈക്കോളിക് ആസിഡ് ഉണ്ട് എങ്കിൽ ബാക്ടീരിയയുടെ സെൽ വാളിൽ അത് എന്ത് ചെയ്യില്ല, ആ ബാക്കി സ്റ്റെയിനുകൾക്ക് അതിന്റെ ആ ഒരു മെംബ്രെയിനെ, ആ ഒരു വാക്സി കോട്ടിനെ പെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. സോ നമ്മൾ മെയിൻ ആയിട്ടുള്ള ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആയിട്ടുള്ള ഏതാ യൂസ് ചെയ്യുന്ന സെഹൽ നീൽസൺ സ്റ്റെയിനിങ് ടെക്നിക്കുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹിസ്റ്റോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. So 87th question നോക്കാം. The correct ideal combination of acetocarmine preparation used in squash preparation. അല്ലെ, സ്ക്വാഷ്, അതായത് നമ്മുടെ അസറ്റോകാർമൈൻ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അസറ്റോകാർമൈൻ സൊല്യൂഷൻ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമോസോംസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ക്രോമോസോംസിനെ സ്റ്റെയിൻ ചെയ്ത് ക്രോമോസോംസുകളെ കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അസറ്റോകാർമൈൻ സൊല്യൂഷന് യൂസ് ചെയ്യുന്നത്. സോ ഈ അസറ്റോകാർമൈൻ സ്റ്റെയിൻ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് വേണം, ആ കാർമൈനും വേണം, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും കൂടി വേണം. അപ്പൊ ഇവയുടെ ആ ഒരു അളവ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്, 10 gram കാർമൈൻ ഇൻ 1 liter ഓഫ് 45% ഓഫ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ അസറ്റോകാർമൈൻ സ്റ്റെയിൻ ആണ്. എന്തിനു വേണ്ടി, ക്രോമോസോമുകളെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ പോളൻ കലണ്ടർ? അല്ലെ, പോളൻ കലണ്ടർ എന്താണ് പോളൻ കലണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെപ്രസെന്റ് ദ ടൈം ഡൈനാമിക്സ് ഓഫ് എയർബോൺ പോളൻ പ്രസന്റ് ഇൻ പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള എയർബോൺ പോളന്റെ അളവാണോ? റെക്കോർഡ് ഓഫ് പോളൻ ഫൗണ്ട് സസ്പെൻഡഡ് ഇൻ എയർ ലീഡ്സ് ടു ഡിവൈഡ് സ്പ്രെഡ് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട് അലർജി. എന്തെങ്കിലും റെസ്പിറേറ്ററി ട്രാക്ട് അലർജി കാരണം ഒരു ഏരിയയിൽ സ്പ്രെഡ് ആയിട്ടുള്ള എയറിലുള്ള പോളന്റെ അളവാണോ? റെപ്രസെന്റ് ദ എയർബോൺ പോളൻ ഇൻഡയറക്ട്ലി വെജിറ്റേഷൻ പ്രസന്റ് ഇൻ പെർട്ടിക്കുലർ സോൺ. ഒരു പെർട്ടിക്കുലർ സോണിൽ മാത്രമുള്ള എയർബോൺ പോളന്റെ അത് അളവാണോ? റെപ്രസെന്റ് ദ എയർബോൺ പോളൻ റിലീസ്ഡ് ബൈ ട്രീസ്. അല്ലെ, ട്രീസ് പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ട്രീസ് റിലീസ് ചെയ്യുന്ന എയർബോൺ, സമ്മറിൽ ട്രീസ് റിലീസ് ചെയ്യുന്ന എയർബോൺ പോളന്റെ അളവാണോ? എന്താണ് ടൈം ഡൈനാമിക്സ് ഓഫ് എയർബോൺ പോളൻ പ്രസന്റ് ഇൻ എ പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ. അല്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പോളൻ കറന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഷെഡ്യൂൾ ഷോയിങ് വെൻ ഡിഫറെന്റ് പ്ലാന്റ്സ് റിലീസ് പോളൻ ഡ്യൂറിംഗ് ദി ഇയർ. അല്ലെ, ഒരു ഇയറിൽ, ഒരു വർഷത്തില് ഏതൊക്കെ സമയത്താണ് ഡിഫറെന്റ് പ്ലാന്റുകൾ എന്ത് റിലീസ് ചെയ്യുന്നത്, പോളൻ റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത്, പോളൻ കലണ്ടർ എന്ന് പറയുന്നത്. സോ പോളൻ കലണ്ടർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, ഡിഫറെന്റ് ഒരു ഇയറിൽ ഡിഫറെന്റ് പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളന്റുകളുടെ അളവ്. സോ കറക്റ്റ് ആൻസർ എ ആണ്. ദ എയിം ഓഫ് സ്വീറ്റ് റെവല്യൂഷൻ ഈസ് പ്രൊമോട്ടിങ്. അല്ലെ, സ്വീറ്റ് റെവല്യൂഷൻ എന്ത് എന്നാണ് അർത്ഥം, സ്വീറ്റ് റെവല്യൂഷൻ. സോ നമുക്ക് നോക്കാം, സ്വീറ്റ് റെവല്യൂഷൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്വീറ്റ് റെവല്യൂഷൻ ഈസ് ആൻ ambitious initiative of the government of India aimed at promoting apiculture. എപ്പിക്കൾച്ചർ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അല്ലെ, തേനീച്ച വളർത്തൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അതുവഴി എന്താണ് ഹണിയുടെ ക്വാളിറ്റി, അല്ലെ, ഹണിയുടെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കൾച്ചറിങ് പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നത് സ്വീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ എന്താണ് സ്വീറ്റ് റെവല്യൂഷൻ? സ്വീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഷുഗർ കെയിനുമായിട്ട് അപ്പോൾ ബന്ധമാണെന്ന് പെട്ടെന്ന് നമ്മൾ സ്വീറ്റ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും, പക്ഷെ അല്ല, എപ്പിക്കൾച്ചറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എപ്പിക്കൾച്ചറിന്റെ പ്രൊഡക്റ്റ് എന്താണ്? എപ്പിക്കൾച്ചറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, വാക്സ്, അല്ലെ, ഹണിയാണ്. സോ ആ ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്വീറ്റ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ലോങ്സ്റ്റ് എൻഡോസ്പെർം ഹോസ്റ്റോറിയ ഈസ് റിപ്പോർട്ടഡ് ഇൻ, അല്ലെ, ഏറ്റവും വലിയ എൻഡോസ്പെർം ഹോസ്റ്റോറിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻഡോസ്പെർം ഹോസ്റ്റോറിയ ആർ സ്പെഷ്യലൈസ്ഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ബൈ ദി എൻഡോസ്പെർം. അല്ലെ, എന്താ എൻഡോസ്പെർം ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആർ ദ സ്പെഷ്യലൈസ്ഡ് റൂട്ട് പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് എന്ന് പറയുന്നത് എൻഡോസ്പെർം ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത് എൻഡോസ്പെർം ഇൻ സം പ്ലാന്റ്സ് ദാറ്റ് പെനിട്രേറ്റ് സറൗണ്ടിങ് ടിഷ്യൂ ടു അബ്സോർബ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് പെനിട്രേറ്റ് ചെയ്യുന്നു. ഈ ഹോസ്റ്റോറിയ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ പെനിട്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് ലോങ്സ്റ്റ് എൻഡോസ്പെർം ഹോസ്റ്റോറിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐക്കനോസൈറ്റോസിസ് ലോബാറ്റയിലാണ്.
അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് embryo sac containing highest number of antipodal among tetrasporic embryo sac type? നമ്മൾ കുറേ ടൈപ്പ് ഓഫ് embryo sac പഠിക്കുന്നുണ്ട് അല്ലെ. ഇതിനകത്ത് പറയുന്ന പോലെ ഡ്രൂസെ പെന്നെയും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ആന്റിപോഡൽ സെൽസ് ഉണ്ട്, സിനർജിഡ്സ് ഉണ്ട്. അതിൽ ചോദിച്ചിരിക്കുന്നത് ആന്റിപോഡൽ സെൽസ് ഏറ്റവും അധികം ഉള്ളത് ഏത് embryo sac ടൈപ്പിലാണ് എന്നാണ്. അപ്പൊ ഏതിലാണുള്ളത്? ഡ്രൂസ ടൈപ്പിലാണുള്ളത്. അപ്പൊ എന്താ ഡ്രൂസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ടെട്രാസ്പോറിക് embryo sac ആണ് കണ്ടെയ്നിങ് ഹയസ്റ്റ് നമ്പർ ഓഫ് ആന്റിപോഡൽ സെൽസ്. ടിപ്പിക്കലി എത്രയായിരിക്കും? 6, ഏറ്റവും കൂടുതലായിട്ടുള്ള 6 ആന്റിപോഡൽ സെൽസുകൾ ഉള്ളത് ഈ ഡ്രൂസ ടൈപ്പിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, വിച്ച് embryo sac containing highest number of antipodals? അപ്പൊ എത്ര ആന്റിപോഡൽസ് ആണ്? 6 ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ. ഈ 6 ആന്റിപോഡൽ സെൽസുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഡ്രൂസയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ 91ന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.